ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ചാനൽ മൂവി മാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ റെട്രോ റിലീസ് ആയിക്കാണ് സൂര്യയുടെ. അപ്പൊ നമ്മളത് അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ബയോ. അപ്പൊ പടം കണ്ടു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓവറോൾ ആയിട്ട് പറയുവാണെങ്കിൽ പടം ഒരു ആവറേജ് പടമാണ്. കൂടുതൽ എക്സ്പെക്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണിപാടും. പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു തണുത്ത പടമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഇതാവുന്നില്ല. ഒരു നമുക്ക് പടം എന്ന് പറയുമ്പം കുറച്ച് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യണം. ഇമോഷണലായിട്ട് കണക്ട് ചെയ്താലേ നമുക്കൊരു പടം ഇതാവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇമോഷണലായിട്ട്, പക്ഷെ നമുക്കത് എഫക്റ്റ് ആവില്ല. അതൊരു സെറ്റപ്പിലാണ് പടം പോണേ. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ ഇപ്പം ജിഗർദണ്ഡ ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ജിഗർദണ്ഡ ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അടുപ്പിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഒരു പടമാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ക്ലൈമാക്സ് ആണെങ്കിലും നമുക്കൊരു എഫക്റ്റ് കിട്ടില്ല. അതുവരെ രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു വേറൊരു സിനിമ, സെക്കൻഡ് ഹാഫ് വേറൊരു സിനിമ എന്നുള്ള രീതിയിലാണ്, ഒരു ബന്ധമില്ലാത്ത സെറ്റപ്പിലാണ് പടം പോണേ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കുറെ പാർട്ടായിട്ടാണ് നമ്മൾ ഈ കഥ പോണേ. ഇപ്പൊ അതിനകത്ത് ലാഫ് എന്നൊക്കെ പറഞ്ഞ, പിന്നെ വാറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് കട്ടായിട്ടാണ് നമ്മൾ മൂവീസ് പോണത്. ഇതിന്റെ ഒരു പാർട്ടായിട്ട് പോണേ. ഇതെന്ന് പറഞ്ഞാല് കുറെ സാധനം ഇവർ എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാല് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു സാധനങ്ങളാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാല് എന്നാ പറയുന്നത്, ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളൊരു സെറ്റപ്പിലാണ് പോകുന്നത്. കുറെ പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. പിന്നെന്ന് പറഞ്ഞാല് ഇതിൻ്റെ അകത്ത് ജിഗർദണ്ഡ വൈബിൽ പോയി അവസാനിക്കുന്ന ഒരു സിനിമയാണ്. കുറെ അതിൻ്റെ അകത്ത് കുറെ ട്രൈബൽ സെറ്റപ്പുകൾ. ഇപ്പൊ ജിഗർദണ്ഡയ്ക്ക് അത് തന്നെ നമുക്കറിയാം, ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ മൊത്തം ട്രൈബൽ സെറ്റപ്പാണ്. ട്രൈബലായിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഒരു എന്നാ പറയുന്ന ട്രൈബൽ സെറ്റപ്പിൽ അവസാനിക്കുകയാണ് സിനിമ. പക്ഷെ തുടങ്ങിയത് വേറെ എവിടെയോ ആണ്. മനസ്സിലായോ? തുടങ്ങിയത് വേറെ എവിടെയോ, അവസാനിക്കുന്നത് വേറെ എവിടെയോ. അതിൻ്റെ ഇടയ്ക്ക് കുറെ പാർട്ടുകൾ, കുറെ ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ജയറാമിന് ഇൻട്രോ പറയുന്നത് ലാഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അതായത് ഒരു പാർട്ടിലാണ്. ആ ഒരു പാർട്ടിൽ പുള്ളിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ക കോമാളി എന്നുള്ള സെറ്റപ്പാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തെ ആക്ടിങ്സ് എല്ലാം പറയുന്ന ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് എടുക്കാം ജോജു ജോർജിന്. ജോജു ജോർജ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നമ്മുടെ മലയാളത്തില് അത്യാവശ്യം നല്ല റോളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോകുന്ന ഒരു ആക്ടറാണ്. പുള്ളിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കോമഡി ആയിട്ട് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പുള്ളി ഒരു താനോസ് വൈബാണ്. പുള്ളിയുടെ കയ്യിലൊരു ഇരുമ്പിന്റെ ഒരു കൈയൊക്കെ ഉണ്ട് പുള്ളിയുടെ. അപ്പം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. സൂര്യയുടെ അപ്പനായിട്ടാണ് ജോജു ജോർജ് വരുന്നത്. പുള്ളിനെ എടുത്ത് വളർത്തിയാണ്. അപ്പം സൂര്യനെ ഇഷ്ടമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു. പിന്നെ സൂര്യ ഇതിൻ്റെ അകത്ത് അപ്പൻ്റെ കൈയൊക്കെ വെട്ടിക്കളയും. അപ്പൊ അതിന്റെ പകരമായിട്ട് പുള്ളി താനോസിന്റെ കൈയൊക്കെ ആയിട്ട് വരും. പിന്നെ ആ കയ്യുമായിട്ടുള്ള കളിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പൊ ലാസ്റ്റ് പുള്ളി ഒരു കോമഡി പീസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതും. ലാസ്റ്റ് ക്ലൈമാക്സില് പുള്ളി ചെയ്തു വെച്ച കാര്യങ്ങളും, പുള്ളി നമ്മുടെ സൂര്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു പടയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് പുള്ളി ലാസ്റ്റ് അവിടെ ചിരിച്ചോണ്ടിരിക്കും. അതാണ് പടം മൊത്തത്തില് പുള്ളിന് ജോർജ് പുള്ളി ഒരു കോമഡി ആയിട്ടാണ് നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യും. പുള്ളി വരുമ്പം കുറെ എക്സ്പെക്ട് ചെയ്താണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ സൂര്യയുടെ മുമ്പിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രകാശ് രാജയുണ്ട്. പ്രകാശ് രാജയ്ക്ക് ഇതിൻ്റെ അകത്ത് വലിയ സ്ക്രീൻ പ്രസൻസ് ഒന്നുമില്ല. പുള്ളൊരു ഹെഡാണ്, ഒരു രാഷ്ട്രീയ തലവനാണ്. ഇവരുടെ എല്ലാവരും ഹെഡായിട്ടാണ് പുള്ളി വരുന്നത്, പ്രകാശ് രാജ് വരുന്നത്. വലിയ റോളൊന്നുമില്ല, അവിടെ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളൊരു സെറ്റപ്പ് ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ പൂജ ഹെഡ്ജിന്റെ അകത്ത് പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി എടുത്തു പറയേണ്ട ലുക്കാണ്. ഒരു കറക്റ്റ് പക്ക ട്രൈബൽ വുമന്റെ ഒരു സെറ്റപ്പാണ്. അപ്പൊ പുള്ളിക്കാരിനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രൂമേഴ്സ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ കരിവാരി തേച്ചിട്ടുണ്ട് പുള്ളിക്കാരിനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സീനിൽ കറുപ്പ് കൂടുതലാണെങ്കിൽ ഒരു സീനിൽ കറുപ്പ് കുറവാണ്. ചില സീനിൽ വെളുത്തിരിക്കും, ചില സീനിൽ വെളുത്തിരിക്കാതിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഗ്രൂമേഴ്സ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ക്യാരക്ടർ നോക്കുവാണെങ്കിൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സൂര്യ മാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്ന. ക്യാരക്ടർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പം പക്ക പുള്ളി കൊടുത്ത ക്യാരക്ടർ
ചെയ്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും പറയും നമ്മുടെ സൂര്യനെ കുറ്റം പറയും, പക്ഷേ സിനിമയുടെ ഓരോ കാര്യം പറയുകയാണെങ്കിൽ സൂര്യനെ കുറ്റം കൊണ്ട് കാര്യമില്ല. കാർത്തിക് സുബ്രാജ് പുള്ളിയെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പുള്ളിയുടെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബിലോ ആവറേജ് പടമായിട്ട് പോകുള്ളൂ, അല്ലെ ആവറേജ് പടമായിട്ട് പോകുള്ളൂ. പിന്നെ അപ്പം നമ്മുടെ സൂര്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥിരമുള്ള ആക്ഷനും കാര്യങ്ങളും ആക്ടിങ്ങും എല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം സൂര്യയുടെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പുള്ളിയുടെ എല്ലാ ഔട്ട്കംസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യയുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഇൻട്രോ ആണ് എടുത്തു വെച്ചേക്കുന്നത്. അമ്മ നമ്മളിപ്പം സൂര്യയുടെ ഒക്കെ അല്ലെങ്കിൽ വിജയുടെ ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം വരുന്നത് കാല് വരുന്നു, അതിന് കൈ വരുന്നു, തലയുടെ ബാക്ക് വരുന്നു, കണ്ണ് വരുന്നു, ഇതൊക്കെയാണ്. ഇത് ഫുള്ള് നിഴലാണ്, മനസ്സിലായോ? ഇത് ഫുള്ള് നിഴല്, കാര്യങ്ങള്, ഫുള്ള് സ്ട്രക്ചർ, അട്ടി ഉണ്ടാക്കുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് മച്ചാന്റെ. അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രോ ആണ്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പക്ക ക്ലാസിക് റെട്രോ ഇൻട്രോ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഇൻട്രോ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇൻട്രോ ഒക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പഴയ കാലഘട്ടം ഉണ്ട്. നമ്മുടെ ജോജു ജോർജിന്റെ വളർത്തുമകനാണ് നമ്മുടെ സൂര്യ. ജോജു ജോർജ് എടുത്ത് വളർത്തുമകനാണ്. അപ്പോൾ ഈ ചെറുപ്പത്തില് സൂര്യയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ട്രെയിനിൽ വെച്ച് ഫൈറ്റ്, അത് കിട്ടുന്ന ഫൈറ്റാണ്. ഈ സിനിമയിലെ ഏറ്റവും അടിപൊളി ഒരു ഫൈറ്റ് ഉള്ളത് എവിടെയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീനിലാണ്. സൂര്യയുടെ ചെറുപ്പത്തിലുള്ള ഒരു ട്രെയിനിലുള്ള ഫൈറ്റ് ഉണ്ട്. അതൊരു അടിപൊളി ഫൈറ്റാണ്, ഭയങ്കര അടിപൊളി എഫക്റ്റ് ഉള്ള ഒരു ഫൈറ്റാണ്. പിന്നുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയുന്ന ഒരു തണുത്ത ഫൈറ്റ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ അത് സെക്കൻഡ് ഹാഫോടെ ഒക്കെ വരുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു ഫൈറ്റിന്റെ ഇതൊക്കെ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ളൊക്കെ സെറ്റപ്പ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വില്ലന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് 2 വില്ലന്മാരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അതിന് മെയിൻ വില്ലനായിട്ട് വരുന്നത് നാസറാണ് ഇതിൻ്റെ അകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നത്. പുള്ളിക്ക് ഒരു മകനുണ്ട്. പുള്ളിയും മകനുമായിട്ടാണ് നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ബ്രിട്ടീഷ് പരമ്പര നേതൃത്വമായിട്ട് വരുന്നതാണ് പുള്ളി. അവരുടെ നേതൃത്വം പുള്ളി എടുക്കുന്നു, പുള്ളിയുടെ മകൻ നേതൃത്വം വഹിക്കുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോകുന്നുണ്ട്. ബ്രിട്ടീഷിന്റെ കുറെ കാര്യങ്ങളൊക്കെ അവസാനം സെക്കൻഡ് ഹാഫിലായിട്ട് വരുന്നുണ്ട്. പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്, പുള്ളി വീൽ ചെയറിൽ ഇരിക്കുകയാണ്. പുള്ളി വീൽ ചെയറിൽ ഇരുന്ന് അവിടെ വരുന്ന ഉണ്ടാകുന്ന കുഞ്ഞു പിള്ളേരെല്ലാം കൊല്ലാൻ പറയും. അവരെ പോയി കൊല്ലും, മുതലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള കുറെ സീനുണ്ട്. പുള്ളിക്ക് ഇല്ല ഇതൊന്നുമില്ല. പിന്നെ ഇതിന്റെ മകന്റെ ഒരു പുതിയ ക്യാരക്ടറാണ് പുള്ളി. ഇൻഡസ്ട്രിയിൽ പോകുന്നത് ഇതാണ് പുള്ളി. അപ്പം പുള്ളിയുടെ മകനായിട്ട് വരുന്നത് പുള്ളി ആ വെള്ളിത്തലയും കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണോ കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പുള്ളി എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ അവിടെ നമ്മളെ ഈ എന്നാ പറയുന്നത്, അതിന് നമ്മളെ ഈ മരണക്കിണറിനകത്ത് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ മേളിൽ കയറിയെന്ന് എല്ലാവരും ആന്ന് പറയും. ആ ഒരു സെറ്റപ്പാണ്. അവരുടെ താഴെ അടി കൂടും, പുള്ളി മേളിൽ കയറുന്ന ഇടി എന്നൊക്കെ പറയും. ഇത്രേ ഉള്ളു പുള്ളി. ഒരു ബേസിക് വില്ലന്റെ ഒരു ഇതുപോലും ഇല്ല. എല്ലാരും കൊല്ലും. പിന്നെ പുള്ളി ഒരു ആടിനെയൊക്കെ ആയിട്ട് നടക്കും. ഇതാണ് പുള്ളിയുടെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ നമ്മുടെ റെട്രോയുടെ. നമ്മള് അടുത്ത നമ്മുടെ സൂര്യയുടെ വെട്രിമാരന്റെ ഒരു സിനിമ വരുന്നുണ്ട്. നമുക്ക് അതിലൂടെ നമ്മുടെ സൂര്യയുടെ അണ്ണന്റെ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്തൊരു നമ്മുടെ ഇപ്പൊ പുതിയ നാനിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഹിറ്റ്. നമ്മുടെ അടുത്ത വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു മൂവിയുടെ അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കാം. അതുവരെയും ബൈ.